പെട്ടെന്ന് ഒരു ദിവസം രാജേട്ടനോട് പറഞ്ഞു നമുക്ക് ഡാർജിലിംഗ് പോവാം. ഈ മാസം 24-ാം തീയതി നമ്മളെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, നമുക്ക് ഡാർജിലിംഗിൽ സെലിബ്രേറ്റ് ചെയ്താലോ. അപ്പം ഞാൻ പറഞ്ഞു ഓ ശരി, ഞാൻ എന്തിനും റെഡി. അങ്ങനെ ഒരു 2-3 സെറ്റ് ഓഫ് വിൻ്റർ ക്ലോത്ത്സും പാക്ക് ചെയ്തിട്ട് പോയൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. ഒരു പ്ലാനിങ് ഇല്ല, അതായത് എന്ത് ചെയ്യണം അവിടെ പോയിട്ട് എന്ത് ചെയ്യണം എന്നും അല്ലാണ്ട് ഒരു ഏജൻസി ഇല്ല, ഒരു ട്രിപ്പ് പ്ലാനിങ്ങും ഇല്ലാണ്ട് പോയൊരു ട്രിപ്പാണ് കേട്ടോ. എന്നാൽ അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പും കൂടിയാണ് കേട്ടോ. നമ്മൾ 23-ാം തീയതി രാത്രി 9 മണിക്ക് ഗുവാഹട്ടി ടു ന്യൂ ജൽപായ്ഗുരിയിലേക്കുള്ള ട്രെയിൻ കയറി. നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് 6:30 ആകുമ്പോൾ നമ്മൾ ന്യൂ ജൽപായ്ഗുരിയിലെത്തി. NJP എന്നും പറയട്ടെ നമ്മൾ ന്യൂ ജൽപായ്ഗുരി റെയിൽവേ സ്റ്റേഷന് അവിടെ എത്തി കാല് കുത്തിയാൽ പിന്നെ നമ്മൾ ടാക്സിക്കാർ നമ്മളങ്ങ് വിളിച്ചോണ്ട് പോയിക്കോളും. അത്രയും കാല് കുത്താൻ സ്ഥലമില്ല, എന്നാൽ അത് ടാക്സിക്കാരെ നിറഞ്ഞിട്ട്. അവിടെ എത്തുമ്പോൾ 2 ടൈപ്പ് ടാക്സീസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒന്ന് ഷെയർ ടാക്സി ഉണ്ടാവും, മറ്റൊന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ടാക്സീസ് ഉണ്ട്. ഷെയർ ടാക്സി ആണെങ്കിൽ ഒരാൾക്ക് 300 രൂപ വെച്ചിട്ട് വരും. മറ്റേതാണെങ്കിൽ ഒരു 2000-2500. നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ, കുറയുന്നതും കൂടുന്നതെല്ലാം. നമ്മൾ അവിടുന്ന് ടാക്സി കയറിയാൽ പിന്നെ അങ്ങോട്ട് ഒരു വ്യൂ ആണ്, അടിപൊളിയാണ്. ഫുൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചുരം കയറി പോകുന്നതാണ് കേട്ടോ. കുറേയെല്ലാം ഒരു ഊട്ടി വൈബാണ്, പക്ഷെ അതിനേക്കാളും തണുപ്പ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഒരു രാത്രിയിലാവുമ്പം 7, 8, 6 അങ്ങനെ ടെമ്പറേച്ചർ കുറയും. പകൽ മാക്സിമം പോയാൽ ഒരു 12 ഡിഗ്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ നവംബറിലും കൂടി ആയതുകൊണ്ട് നമ്മൾ അവിടെ എത്തിയ പഠനം ആദ്യം ഒരു ഡാർജിലിംഗ് പോയാൽ പിന്നെ ഡാർജിലിംഗ് ടീ ആണല്ലോ സ്പെഷ്യൽ. അതങ്ങ് കുടിച്ച് നമ്മുടെ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിന്ന് ഫസ്റ്റ് ചെയ്ത ആക്ടിവിറ്റിയാണ് ടോയ് ട്രെയിൻ. നമുക്ക് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ടോയ് ട്രെയിനുകളുടെ ടിക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ. 2 ടൈപ്പ് ടോയ് ട്രെയിനാണുള്ളത്, ഒന്ന് ഡീസൽ, ഒന്ന് സ്റ്റീം ആണെങ്കിൽ 1500-ഉം ഡീസൽ ആണെങ്കിൽ നമുക്ക് 1000 റുപ്പീസിനും കിട്ടും. നമ്മൾ ഡീസലാണ് ചെയ്തത്, കാരണം രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല, ട്രെയിനിൻ്റെ എഞ്ചിനിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അതിൽ തന്നെ 2 സ്പോട്ടും ഇവർ കവർ ചെയ്യുന്നുണ്ട്. ഒന്ന് ബത്താസിയ ലൂപ്പും മറ്റൊന്ന് നമുക്ക് റെയിൽവേ മ്യൂസിയവും. ഒരു 15-20 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യും. നമുക്ക് ഇറങ്ങി ഫുള്ള് കണ്ടിട്ട് വരാം കേട്ടോ. എന്നുവെച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസുമായി ഒരു 2-3 സ്പോട്ടും കവർ ചെയ്തു. ഒരു പെർ പേഴ്സൺ 1000 റുപ്പീസിൽ. നല്ല തണുപ്പാണ്. ഞാനിങ്ങനെ വായിക്കൂടെ പുക വരുന്നാലും ഇങ്ങനെ ഊതി നോക്കിയാൽ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റെല്ലാം എടുത്ത ശേഷം നമ്മൾ രാത്രി പോയതാണ് മാൾ റോഡ്. നമ്മൾ സ്റ്റേ അധികം മാൾ റോഡിൻ്റെ അടുത്താണ് നമ്മൾ ഹോട്ടൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഏറ്റവും നന്നായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ പോയ ദിവസം അവിടെ എന്തോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അതിൻ്റെതായ പാട്ടും ഡാൻസും പരിപാടിയെല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു 6 മണിക്ക്